ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മളെ ഒരുമിച്ച് ചേർത്ത ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മളെ ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സമയത്ത് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനിലുമുള്ള എല്ലാ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും സമർപ്പിത വിദ്യാർത്ഥികളെയൊക്കെ ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങളിലേക്ക് നമ്മളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരിൽ ദൈവത്തിൻ്റെ വലിയ കരുണ, അഭിഷേകം നിറയപ്പെടാൻ, സ്വർഗത്തിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ അഭിഷേകം, കൃപകൾ ഈ നാളുകളിൽ ദൈവജനത്തെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സകല കൃപകൾ, സ്വർഗത്തിൻ്റെ സകല അഭിഷേകങ്ങൾ, വരങ്ങൾ എല്ലാ വൈദികരിലും വൈദിക വിദ്യാർത്ഥികളിലും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ഈ കൂട്ടായ്മയിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ്റെ ആഗ്രഹമോ പദ്ധതിയോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ദൈവം അനുവദിക്കുന്നില്ല എങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ, ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ ആത്മാക്കളെ നേടാൻ വൈദികർക്ക് പറ്റുകയില്ല. അതിന് സാധിക്കണമെങ്കിൽ ദൈവം കരുണയാകണം, ദൈവം കൃപ നിറയ്ക്കണം. കൃപ നിറഞ്ഞ വൈദികരെയാണ് ഈ ലോകത്തിനാവശ്യം, ഈ കാലഘട്ടത്തിനാവശ്യം. നമുക്കെല്ലാവർക്കും ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ ഈശോയുടെ മുമ്പിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാം. ഈ നീട്ടിപ്പിടിച്ച കരത്തോട് ചേർത്ത് വെച്ച്, കരങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നതോടൊപ്പം ഇപ്പം പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാ വൈദികരെയും ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കണം. വൈദിക വിദ്യാർത്ഥികളെ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കണം. നിങ്ങൾ എല്ലാ സമർപ്പിത വിദ്യാർത്ഥികളെയും ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഒരഭിഷേകം, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പുണ്യങ്ങൾ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ വിശുദ്ധി, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ എളിമ വൈദികരിൽ നിറയപ്പെടാൻ, പകരപ്പെടാൻ നമ്മൾ ഈ സമയത്ത് ദൈവജനം ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20:24, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ദൈവത്തിൻ്റെ നാമം വിളിക്കുന്ന, ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കുന്ന ഒരു ജനത്തെ, ഒരു കൂട്ടായ്മയെ, ദേശത്തെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവിടുന്ന് നൽകിയിരിക്കുന്ന വലിയ ഉറപ്പാണ്. ഇരു കരങ്ങളും നമുക്കൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഈ സമയത്ത് രണ്ട് കരങ്ങളും ഉയർത്തി വൈദികരുടെ മേൽ, വൈദിക വിദ്യാർത്ഥികളുടെ മേൽ, സമർപ്പിതരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണ, സ്നേഹം, അഭിഷേകം ഈ സമയത്ത് വ്യാപരിക്കപ്പെടണം. അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ദൈവത്തിന്റെ കരുണ നിറയപ്പെടും. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആത്മാവ് നിറയപ്പെടട്ടെ, വിശുദ്ധി നിറയപ്പെടട്ടെ, അഭിഷേകം പകരപ്പെടട്ടെ. ഒരു പുതിയ ചൈതന്യം, പുതിയ അഭിഷേകം കാലഘട്ടത്തിൽ ദൈവജനത്തെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാനുള്ള ഒരു അഭിഷേകം സകല വൈദ്യരികളില്, സമർപ്പിതരില് നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവ ആരാധന, ആരാധന, ആരാധന. അഗ്നിയിലെന്നെ
ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വരട്ടെ. ഒരുക്കി വാർക്കു പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടാം. ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഒരുക്കി വാർക്കു പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. നിറയപ്പെടട്ടെ ഈ അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. സഭയിൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി അടിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി അടിച്ച് നിറയണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സമയത്ത് നിറയപ്പെടട്ടെ, വ്യാപരിക്കപ്പെടട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങളില് വിശ്വാസികൾ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ ദൈവമേ നീ ഇപ്പം ഈ സമയത്ത് ഈ കൂട്ടായ്മയുടെ മേൽ കരങ്ങൾ ഉയർത്തണമേ. പടർപ്പിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. ഉൾപ്പടർപ്പിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സമയത്ത് നിറയപ്പെടട്ടെ, വ്യാപരിക്കപ്പെടട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങളില് വിശ്വാസികൾ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ ദൈവമേ നീ ഇപ്പം ഈ സമയത്ത് ഈ കൂട്ടായ്മയുടെ മേൽ കരങ്ങൾ ഉയർത്തണമേ. പടർപ്പിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. ഉൾപ്പടർപ്പിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. ഈശോയുടെ സന്നിധിയിൽ നമുക്കിരിക്കാം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ ചേർത്ത് വെക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ വചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തിക്കുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമാക്കി മാറ്റും. 6-ാമത്തെ വചനമാണ്: എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തിക്കുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമാക്കി മാറ്റും. ലോകം മുഴുവനും ദൈവത്തെ കൊടുക്കുന്ന, ദൈവജനത്തെ ഈശോയ്ക്ക് വേണ്ടി നേടുന്ന, ആത്മാക്കളെ മാനസാന്തരപ്പെടുത്തുന്ന, കൃപയുള്ള, വിശുദ്ധിയുള്ള, വിവേകമുള്ള അനേകം വൈദികർ ഈ നാളുകളിൽ വളർന്നു വരുവാൻ, ദൈവം അവരെയൊക്കെ അഭിഷേകം ചെയ്യപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ് ദൈവം ഇടപെടുന്നതും വൈദികരെ, അഭിഷേകമുള്ളവരെ ദൈവജനത്തിനു വേണ്ടി ഒരുക്കുന്നതും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പൗലോസ്ലീഹ തൻ്റെ ശുശ്രൂഷകൾക്കിടയിൽ എഫേസോസിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചിരുത്തി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സഭയെ നിയന്ത്രിക്കുവാൻ, നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട അജപാലകരാണ് നിങ്ങൾ.
കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ ഈ സഭയെ നയിക്കാൻ തക്കവിധത്തിലുള്ള ഒരഭിഷേകം, നിലനിൽക്കുന്ന ഒരഭിഷേകം, പുതിയ അഭിഷേകം. അപ്പോസ്തലന്മാര് അവർ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിൽ, വചനം പറഞ്ഞു നടന്ന സ്ഥലങ്ങളിൽ അവരെ കണ്ട ജനം, അവരെ കേട്ട ജനം, അവരെ നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു സമൂഹം, ഒരു ജനം ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു സമൂഹം ഇവിടെ എത്തിയിരിക്കുന്നു. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകത്തെ വിശുദ്ധീകരിക്കുന്ന, ലോകത്തെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുന്ന വലിയ വിശുദ്ധിയുള്ള, കൃപയുള്ള വൈദികരെ നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സകല വൈദികരും വിശുദ്ധരായിട്ട് തീരണം. വിശുദ്ധരായിട്ടുള്ള വൈദിക വിദ്യാർത്ഥികൾ ഉണ്ടാകണം. അതിനുവേണ്ടി മാതാപിതാക്കള് മക്കളെ സഭയ്ക്ക് കൊടുക്കാനായിട്ടുള്ള തീക്ഷ്ണതയും ആഗ്രഹവും അവരിൽ നിറയപ്പെടണം. അത്രമാത്രം വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരണം. സഭയിൽ പുരോഹിതരോട് ചേർന്ന് ദൈവജനത്തെ നേടാൻ തക്ക വിധത്തിൽ കൃപയുള്ള സമർപ്പിതരും സമർപ്പിത വിദ്യാർത്ഥികളും ഒക്കെ വളർന്നു വരണം. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കതിനു വേണ്ടി ഒന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അവരുടെ മേൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയപ്പെടാൻ വേണ്ടി, വിശുദ്ധി നിറയപ്പെടാൻ വേണ്ടി ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്ത അധികാരങ്ങൾ, കൃപകൾ. ലൂക്കാ 21:15 വചനം: നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും എതിർത്ത് നിൽക്കാനോ ചെറുക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും എതിർത്ത് നിൽക്കാനോ ചെറുക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ഈ കാലഘട്ടത്തിൽ സഭ, വിശ്വാസം അനേകം പ്രതിസന്ധികളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പം വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ, വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ സഭ ഈ ലോകത്തിൽ മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ, പണിതുയർത്തപ്പെട്ട നഗരം പോലെ, പ്രകാശമുള്ള ദീപം പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട് മാറാൻ അനേകം വൈദികരെ ഈ ലോകത്ത് ദൈവം ഒരുക്കട്ടെ. നമുക്ക് ഈ സമയത്ത് സകല വൈദികരെയും, തിരഞ്ഞെടുക്കപ്പെട്ട സകല വ്യക്തികളെയും ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് ഏതാനും ചില വാക്കുകളിൽ നമുക്ക് അവരെ ഒന്ന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും കരുതലും ഒക്കെ, കൃപയൊക്കെ അവരിലേക്ക് നിറയപ്പെടാൻ നമുക്കിപ്പം ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മറുപടിയായിട്ട് കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കരുണിവാനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ വൈദികരെയും നിനക്ക് തരുന്നു. ഞങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവര്, ഞങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു തന്നിട്ടുള്ളവർ, ജനനം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് വേണ്ടി നീ നിയോഗിച്ചിട്ടുള്ള സകല വൈദികരെയും ചേർത്ത് വെക്കുന്നു. കർത്താവെ, അവരുടെ മേൽ, അവരുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ, അസ്വസ്ഥതകളിൽ നീ അവരുടെ മേൽ നിറയണമേ എന്ന്, അവരോട് കരുണ കാണിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, തിരുസഭയെ ഞങ്ങൾ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാർപ്പാപ്പയെയും മെത്രാന്മാരെയും മെത്രാപോലീത്തമാരെയും വൈദികരെയും ചമ്മാശന്മാരെയും എല്ലാ സന്യാസികളെയും എന്ന് വേണ്ട ആത്മായ പ്രവർത്തകരെയും എല്ലാവരെയും നിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവർക്ക് അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുവാനും ദൈവഭക്തിയിൽ വളരുവാനും ജനങ്ങളെ വളർത്തുവാനുമുള്ള വലിയ കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളൊന്നു വീണ്ടും ഈശോയുടെ മുമ്പിലേക്ക് യാചനാരൂപത്തിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ, കാൽവരിയിൽ ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ, തിരുജലത്താൽ ഞങ്ങളുടെ വൈദികരും സമർപ്പിതരും ഒക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ, പാപസാഹചര്യങ്ങളിൽ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കൃപയുള്ള വൈദികരായും സമർപ്പിതരായിട്ടൊക്കെ അവർ മാറാൻ, പ്രലോഭനങ്ങളുടെ മുമ്പിൽ തോബിത്ത് പറഞ്ഞതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭനങ്ങളെ, പാപസാഹചര്യങ്ങളെ അവൻ നേരിട്ടതുപോലെ ഈ ലോകത്ത് വിശുദ്ധിയിൽ ജീവിക്കുന്ന അനേകം വൈദികരും സമർപ്പിതരുമൊക്കെ വളർന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ഈ സമയത്തൊന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. രണ്ട് കരങ്ങളും നമുക്കൊരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ദൈവമേ, നീ ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപ. കർത്താവേ, നീ ആഗ്രഹിക്കാത്തത്, നീ അനുവദിക്കാത്തത്, നിന്റെ പദ്ധതിയുടെ ഭാഗമല്ലാത്തത് ഈ സമൂഹത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും എന്നേക്കുമായി ഒന്നെടുത്തു മാറ്റപ്പെടുവാൻ തക്ക വിധത്തിൽ കർത്താവെ, സ്വർഗത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരിലേക്കും സമർപ്പിതരിലേക്കൊക്കെ ഒന്ന് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈ സമയത്ത് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കറിയാവുന്ന നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന സകല വ്യക്തികളെയും നമ്മളിപ്പോൾ ഒന്ന് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വികാരിയച്ചന്മാർ, മിഷനുകളിൽ ജോലി ചെയ്യുന്നവർ, പല പ്രതിസന്ധികളിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വൈദികർ, ഒരുപക്ഷെ ആരോടും പറയാൻ പറ്റാത്ത വിധത്തിൽ വേദന അനുഭവിക്കുന്നവർ, വൈദിക വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ ഫോം ചെയ്യുന്ന വൈദികരായിട്ടുള്ളവർ, സകല മെത്രാന്മാർ, സഭയെ മുഴുവനെയും, സഭയുടെ നേതൃത്വത്തെ മുഴുവനെയും ഒക്കെ ദൈവകരങ്ങളിലേക്കൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയും സംരക്ഷണവും, സക്കറിയ 2:5 വചനത്തിൻ്റെ ശക്തി, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായി തീരുമെന്നുള്ള വചനത്തിൻ്റെ ശക്തി ഇവരിലൊക്കെ നിറയപ്പെടാൻ, അനേകർക്ക് മുമ്പിൽ സാക്ഷ്യമായി തീരാൻ, പ്രകാശമായി, കർത്താവിൻ്റെ പ്രകാശമായി ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട് പൗലോസ്ലീഹയൊക്കെ പറയുന്നത് പോലെ 2 കൊരിന്തോസ് 5:14 വചനത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നുവെന്ന് സഹനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞ് ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ആ ശ്ലീഹ ശുശ്രൂഷ ചെയ്തതുപോലെ ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട് കർത്താവിന് വേണ്ടി അഗ്നിയാൽ ജ്വലിക്കുന്ന ഒരു ജനത, വൈദിക സമൂഹം, സമർപ്പിത സമൂഹം രൂപപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.